അവസരത്തിൽ VSനെ കുറിച്ചുള്ള ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ നാഗേന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീ നാഗേന്ദ്രൻ, VSനെ കുറിച്ച് എന്തെല്ലാം ഓർമ്മകളാണ് കേരള വിഷൻ ന്യൂസിനോട് പങ്കുവയ്ക്കാനുള്ളത്? VSന്റെ മൃതദേഹം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് അടുത്തതായി ആലപ്പുഴ ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കാണ് പൊതുദർശനത്തിനായി കൊണ്ടുപോവുക. ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. ആലപ്പുഴയിലെ അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ച, അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങളിൽ തോളോട് തോൾ ചേർന്ന് നിന്ന മറ്റു സഖാക്കളെയും സംസ്കരിച്ചിട്ടുള്ള ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കിയിട്ടുള്ളത്. തൻ്റെ കർമ്മഭൂമിയായിരുന്ന ആലപ്പുഴയിലേക്ക് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തെയും അവിടെ നിന്ന് അങ്ങോട്ടുള്ള തൻ്റെ സമര പോരാട്ടങ്ങളെയുമെല്ലാം രൂപപ്പെടുത്തിയ പുന്നപ്ര വയലാറിൻ്റെ മണ്ണിലേക്ക് അദ്ദേഹം തിരികെ എത്തിയിരിക്കുകയാണ്. എല്ലാ വർഷവും ഓണമുണ്ണാൻ ഓടിയെത്തിയിരുന്ന വേലിക്കകത്തെ വീട്ടിൽ നിന്ന് അദ്ദേഹം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ആണ് പോയത്. അവിടെ നിന്ന് അടുത്തതായി ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനം ഉണ്ടാകും. എല്ലാ വർഷവും മുടങ്ങാതെ അദ്ദേഹം ആലപ്പുഴയിൽ എത്തിയിരുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഒന്ന്, തൻ്റെ ബന്ധുക്കൾക്കൊപ്പം വേലിക്കകത്ത് വീട്ടിൽ ഓണമുണ്ണാനും, മറ്റൊന്ന് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ എല്ലാ വർഷവും നടക്കാറുള്ള അനുസ്മരണ സമ്മേളനത്തിനും. എന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിലും പ്രായത്തിൻ്റെ അവശതകളുണ്ടെങ്കിലും ഈ രണ്ട് പരിപാടികൾക്കും അദ്ദേഹം മുടങ്ങാതെ എത്തുമായിരുന്നു. രോഗം തളർത്തുന്നതുവരെയും അദ്ദേഹം മുടങ്ങാതെ അവിടെ എത്തി. ഇപ്പോൾ അതേ സമരഭൂവിലേക്ക്, ഏറ്റവും പ്രിയപ്പെട്ടിടത്തേക്ക് അദ്ദേഹം അവസാനമായി എത്തിയിരിക്കുകയാണ്. ഇടുക്കിയിൽ നിന്നും നാഗേന്ദ്രൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് VSനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ. നാഗേന്ദ്രൻ, തുടരാം. VSനെ കുറിച്ച് എന്തെല്ലാമാണ് പങ്കുവയ്ക്കാനുള്ളത്? തൃക്കരിപ്പൂരിൽ നിന്ന് സുരേന്ദ്രൻ ചേരുന്നുണ്ട് VSന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാനായി. സുരേന്ദ്രൻ, എന്തെല്ലാമാണ് VSനെ കുറിച്ച് പറയാനുള്ളത്? പറയുമ്പോൾ ഇന്ത്യക്ക് നമുക്ക് ഒരു മഹാത്മാവ് മാത്രമേ ഉള്ളൂ, പ്രിയപ്പെട്ട മഹാത്മജി. കേരളക്കരയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, വിട പറഞ്ഞു പോകുന്നത് കേരളക്കരയുടെ പ്രിയപ്പെട്ട മഹാത്മാവാണ് സഖാവ് VS. കേരളക്കരയാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവരും VS ജീവിച്ച കാലത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കുകയായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളും. സഖാവിൻ്റെ വേർപാടിൽ ആദ്യമേ അന്ത്യ അഭിവാദ്യം നേരുന്നു. ഞാൻ കഴിഞ്ഞ 2 ദിവസവും എങ്ങനെ ഞാനും VSുമായി ചേർത്ത് വെക്കുമെന്നുള്ള ഒരു അന്വേഷണത്തിൽ എൻ്റെ ജന്മദിനത്തിലാണ് സഖാവ് വിവാഹിതനായത് എന്നുള്ളത് ഏറെ VSുമായിട്ടുള്ള വൈകാരിക ബന്ധത്തിൽ ഞാൻ ചേർത്ത് വെക്കുന്നു. കേരളക്കരയാകെ ഒന്നടങ്കം ഇപ്പോൾ ആലപ്പുഴയിലെ അദ്ദേഹത്തിൻ്റെ അന്ത്യ വിശ്രമ സമയത്തേക്ക്
ചേർന്ന് നിൽക്കുകയാണ്. മറ്റു വാക്കുകളൊന്നും എനിക്കിപ്പോൾ സഖാവ് വി എസിനെ കുറിച്ച് പറയാനില്ല. എല്ലാം കണ്ടും കേട്ടും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ഒരേ മനസ്സോടു കൂടിയിട്ട് ആണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും നൂറ്റാണ്ടുകളോളം കേരളക്കരയിൽ വി എസ് ജീവിക്കും നമ്മളിലൂടെ. ഇത്രമാത്രമാണ് ഇത്തരുണത്തിൽ എനിക്ക് വി എസിനെ ഓർത്തെടുക്കാനുള്ളത്. നന്ദി. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വി എസിൻ്റെ മൃതദേഹത്തിനരികെ ഇപ്പോഴും ആൾക്കടൽ ഇരമ്പിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ ആളുകൾ പ്രായഭേദമന്യേ അവിടേക്ക് ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ വി എസിൻ്റെ സമര പോരാട്ടങ്ങളൊന്നും തന്നെ കണ്ടിട്ട് പോലുമില്ലാത്ത തീരെ ചെറിയ കുട്ടികൾ പോലും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യവും അദ്ദേഹത്തിൻ്റെ ചരിത്രവും അറിഞ്ഞുകൊണ്ട് അവിടേക്ക് എത്തിച്ചേരുന്നു എന്നത് ഒരു പ്രതീക്ഷ കൂടിയാണ് നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരും സഖാക്കളും ഏറ്റുവിളിക്കുന്നത് പോലെ തന്നെ ആരു പറഞ്ഞു മരിച്ചെന്ന്, മനുഷ്യരുള്ള എത്രയും നാൾ നിങ്ങൾ ഓർത്തിരിക്കപ്പെടും. തൊഴിലാളി വർഗവും തൊഴിലാളി സമരങ്ങളും ചൂഷണവും ഉള്ളിടത്തോളം കാലം വി എസ് ഇവിടെ അവസാനിപ്പിച്ചു പോകുന്ന ആ ചരിത്രവും ഓർത്തു വയ്ക്കപ്പെടും എന്ന് തന്നെയാണ് അദ്ദേഹത്തെ കാണാനായി എത്തിച്ചേർന്നിരിക്കുന്ന ഈ ആൾക്കൂട്ടം നമുക്ക് മുന്നിൽ അടയാളപ്പെടുത്തുന്നത്. സമരത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ ജീവിതം തന്നെ സമരമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും പക്ഷേ കുറഞ്ഞു പോകും. 17-ാം വയസ്സിലാണ് വി എസ് പാർട്ടിയിൽ ചേരുന്നത്. അതിനുശേഷം പി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം കുട്ടനാട്ടിലേക്ക്, അവിടെ നിത്യവൃത്തിക്ക് വേണ്ടി എത്ര പണിയെടുത്തിട്ടും അവിടെ നിന്നെല്ലാം പീഡനങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയിരുന്ന കയർ തൊഴിലാളികളെ സംഘടിപ്പിക്കാനും അവരുടെ വർഗസമരങ്ങൾക്ക് വേണ്ട ശക്തി പകർന്നു നൽകാനുമായിരുന്നു അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം. പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന മീറ്ററുകളിൽ അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി രൂപപ്പെടുത്തിയെടുത്തു. അതേ സംസാര ശൈലി തന്നെ തൻ്റെ അവസാന നാളിലും അദ്ദേഹം തുടർന്നു വന്നിരുന്നു. ഒരുപക്ഷെ മറ്റെല്ലാ നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി ഒരേ സമയം വാക്കുകളിൽ മൂർച്ച രാഗി മിനുക്കിയപ്പോഴും ഏത് സാധാരണക്കാരൻ്റെയും ഹൃദയത്തിൽ പതിയെ എത്തിച്ചേരുന്ന രീതിയിലുള്ള ലാളിത്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. പോരാടാനുള്ള ആയുധം വാക്കുകളാക്കി മാറ്റിയപ്പോഴും ആശയത്തിൻ്റെ തെളിമയും പ്രത്യയശാസ്ത്രത്തിൻ്റെ ആഴവുമെല്ലാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെയാണ് വി എസ് എന്ന നേതാവിനെ കർമ്മരംഗത്ത് നിന്ന് മാറി നിൽക്കുമ്പോഴും ജനകീയരാക്കുന്നത്. കമ്മ്യൂണിസം എന്ന ആ ഒരു വാക്കിനെയോ പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ചോ പാർട്ടിയെക്കുറിച്ചോ പാർട്ടിയുടെ സമരങ്ങളെക്കുറിച്ചോ എല്ലാം കേൾക്കുന്നതിന് മുൻപ് നമ്മളിൽ പലരും കേട്ടു തുടങ്ങിയ രണ്ടക്ഷരമാണ് വി എസ്. അക്ഷരങ്ങളിൽ നിന്ന് തന്നെയാണ് പലരും പാർട്ടിയെ അറിഞ്ഞു തുടങ്ങിയതും. അത്തരത്തിലുള്ള ഒരു നൂറ്റാണ്ടിൻ്റെ പാർട്ടിയുടെ ചരിത്രം കൂടിയാണ് വിട പറയുന്നത്. ഈ വേളയിൽ വി എസിനെ അനുസ്മരിക്കാനായി ഇപ്പോൾ മറ്റൊരു പ്രേക്ഷക കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സഫിയ ആണ് നമ്മോടൊപ്പം ചേരുന്നത്. സഫിയ, വി എസിനെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗ വേളയിൽ എങ്ങനെ ഓർത്തെടുക്കുന്നു? വി എസിന്റെ പ്രസംഗം വളരെ ഇഷ്ടമായിരുന്നു എനിക്ക്. പാട്ടുപോലുള്ള പ്രസംഗം. ഹലോ, പറഞ്ഞല്ലോ, ഇത്രേ പറഞ്ഞു. ഹലോ, നിന്നങ്ങനെ നിന്ന് അത്രേ പറഞ്ഞോളൂ ഞാൻ. ഹലോ, വി എസിന്റെ പ്രസംഗം വളരെ ഇഷ്ടമായിരുന്നു. വി എസിനെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.
നന്ദി. സഫിയ. ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന വി എസിന്റെ പ്രസംഗം വളരെ ഇഷ്ടമായിരുന്നു. പാട്ട് പോലുള്ള പ്രസംഗം. അവിടെ ഭയങ്കര തിക്കും തിരക്കും, ആളുകളെ നിയന്ത്രിക്കണം. നന്ദി സഫിയ. നമ്മൾ നേരത്തെ പറഞ്ഞ നിരവധി ആളുകളുടെ ഒരു പ്രതിനിധിയാണ് ഇപ്പോൾ നമ്മളോട് ഓർമ്മകൾ പങ്കുവച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സാധാരണക്കാരായ ആളുകളെ എത്രമാത്രം സ്വാധീനിച്ചിരുന്നു എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ് ഇതെല്ലാം തന്നെ. നമുക്ക് ലഭിച്ച പല പ്രതികരണങ്ങളിലും പലരും എടുത്തു പറഞ്ഞ ഒരു കാര്യം കൂടിയാണ് വി എസ് എവിടെ പ്രസംഗിച്ചാലും കേൾക്കാൻ പോകുമായിരുന്നു എന്നത്. വി എസിൻ്റെ വാക്കുകളെ അത്രമേൽ വിശ്വസിച്ചിരുന്നു അവർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വ്യത്യസ്തമാക്കുന്ന നിന്നും ചന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വി എസ് എന്ന ആ വിപ്ലവകാരി ഇപ്പോൾ വിട പറഞ്ഞിരിക്കുകയാണ്. ചന്ദ്രൻ എങ്ങനെയാണ് വി എസിനെ ഓർത്തെടുക്കുന്നത്? വി എസിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. അപ്പോ പിന്നെ വി എസ് സമരനായകനാണ്. ഒരു കാലത്തും മരിക്കുന്നില്ല. നമ്മുടെ നെഞ്ചിലുണ്ട് മരിക്കാത്ത ഓർമ്മകളാണ്. കല്ലേശ്ശേരിന്ന് വിളിക്കും നയനാറെ മുതൽ മുഴുവൻ കർഷക തൊഴിലാളികൾക്കും 28 മാസത്തെ പെൻഷൻ ഒപ്പരം കൊടുത്ത സഖാവിന്റെ വേർപാടും കർഷക തൊഴിലാളികൾ മുഴുവൻ ഒരിക്കലും മറക്കൂല. വി എസ് നമ്മളെ നെഞ്ചിലെ ചൂടാകും. ഒരിക്കലും അഭിപ്രായം നമ്മളെ മനസ്സുകൊണ്ട് മുന്നോട്ട് പോകും. ആയിരം രക്ഷോസായി തീർച്ചയായും കണ്ണൂരിൽ നിന്ന് ചന്ദ്രനാണ് വി എസിനെ കുറിച്ചുള്ള അനുഭവം പങ്കുവച്ചത്. വി എസിന് അന്ത്യാഭിവാദ്യം നേർന്നത്. വി എസിൻ്റെ പൊതുദർശനം ഇപ്പോഴും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ങ്ങളെയെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള രീതിയിലാണ് ഇപ്പോഴും അവിടെ ജനത്തിരക്ക് തുടരുന്നത്. ഇപ്പോൾ മലപ്പുറത്തു നിന്നും അസറ ചേരുന്നുണ്ട്. അസറ, വി എസിൻ്റെ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിൽ. ഏതാനും നിമിഷങ്ങൾക്കകം സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളടക്കം ആരംഭിക്കും. ഈ ഒരു വിയോഗവേളയിൽ വി എസിനെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഹലോ മാഡം, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. വി എസിനെ പോലൊരു രാഷ്ട്രീയ നേതാവ് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. നമുക്ക് ആ നഷ്ടം സഹിക്കാനാവുന്നതിന് അപ്പുറമാണ്. അദ്ദേഹത്തെ പോലൊരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു മുഖ്യമന്ത്രി ഒക്കെ കേരളത്തിൽ നഷ്ടനായെന്ന് പറയുന്നത് ഒരു നമുക്ക് ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. അപ്പൊ അത് ഭയങ്കര നഷ്ടമായിട്ട് ഞങ്ങൾ കണക്കാക്കേണ്ടത്. ഇതുപോലൊരു രാഷ്ട്രീയ നേതാവ് ഈ കേരള ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയൊക്കെ ഉണ്ടാവാനും പോകുന്നില്ല. തീർച്ചയായും മലപ്പുറത്ത് നിന്നും അസ്രയാണ് നമ്മളോട് പ്രതികരിച്ചത്. വി എസിനെ പോലൊരാൾ ഇതുവരെ ഉണ്ടാവുകയോ ഇനി ഉണ്ടാവുകയോ ചെയ്യില്ല എന്നാണ് അസ്ര പറയുന്നത്. നിന്നും ഭീമ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ഇന്നലെ
ഏതാണ്ട് ഒരു ദിവസം എടുത്താണ് VSന്റെ വിലാപയാത്ര ആലപ്പുഴയിലെത്തിയത്. ഒരു നാട് അദ്ദേഹത്തിനെ അത്രമേൽ സ്നേഹിച്ചിരുന്നു. ഈ ഒരു അവസരത്തിൽ VSനെ എങ്ങനെയാണ് ഭീമ ഓർത്തെടുക്കുന്നത്? ഓർത്തെടുക്കുന്നത് പിന്നെ VSനെ പോലെ ഇനി ഒരാളുണ്ടാവാനില്ല, ഈ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പ് തന്നെയാണ്. പിന്നെ നാട്ടിലെ മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി. ഇത് കേരളത്തിന്റെ മഹാത്മാവാണോ? കേൾക്കുന്നുണ്ടോ? ഹലോ, പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? പാവങ്ങളെ രാജാവാണ്, പാവങ്ങളെ രക്ഷിതാവാണ്. പക്ഷേ മനസ്സിൽ നിന്ന് മാറാത്ത ഒരു ചിഹ്നവുമാണ്. കേട്ടാ, എനിക്ക് പറയാൻ പറ്റണില്ല, അത്രയ്ക്ക് എനിക്ക് നല്ലത് വരട്ടെ ദൈവമേ, അദ്ദേഹത്തിന് സുവർഗം കൊടുക്കട്ടെ. ശരി, വെച്ചോട്ടെ, എത്ര എനിക്ക് പറയാം. കേട്ടല്ലോ. ഹലോ, നന്ദി ഭീമ. VS എത്രത്തോളം അവരിൽ ഒരാളായി മാറിയിരുന്നു എന്നുള്ളതും വ്യക്തിപരമായി ഓരോരുത്തർക്കും എത്രമാത്രം അടുപ്പമുള്ള ആളായിരുന്നു എന്നതും ഈ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. പലർക്കും പ്രിയങ്കരനായ, ഏറെ അടുപ്പമുള്ള ഒരാൾ നഷ്ടപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാക്കിക്കൊണ്ടാണ് VSന്റെ വിയോഗം. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ VSന്റെ അതീവ ഗുരുതരാവസ്ഥയിൽ അദ്ദേഹം തുടരുന്ന സമയത്തടക്കം പലപ്പോഴും പറഞ്ഞു കേട്ടൊരു വാചകം തന്നെയാണ്, VS പോകുന്നതോടെ ഒരു തലമുറ അനാഥമാവുകയാണ് എന്നുള്ളത്.